ഹലോ, വെൽക്കം ടു അവർ ചാനൽ. ഈ വ്ളോഗിൽ നമ്മൾ നമ്മുടെ രണ്ടുപേരുടെയും ഫസ്റ്റ് വിഷുവിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കണി വെച്ചു, പിന്നെ ഒരു സദ്യ ഉണ്ടാക്കി. വിഷു സദ്യ ഉണ്ടാക്കുക. എന്തൊക്കെയാണ് ഇന്ന് സദ്യയിലുള്ളത്? സാമ്പാർ, അവിയൽ, തോരൻ, പരിപ്പ്, പപ്പടം, മാമ്പഴക്കറി, പച്ചമോര്, പായസം, ഉപ്പേരി, അവിയലും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സദ്യ ഉണ്ടാക്കുന്ന തിരക്കിലും വീഡിയോ എടുക്കുന്നതും കൂടെ കണ്ടപ്പോൾ ഞാൻ അറിയാതെ 2-3 പയറെടുത്ത് നമ്മുടെ പരിപ്പിലിട്ടു. സൂക്ഷിച്ച് നോക്കണ്ട, അത് ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. സാധിക്കുന്ന അവിടെ മത്തങ്ങ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോയിൽ നമ്മൾ റെസിപ്പീസ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല, കാര്യം നമ്മൾ അത്യാവശ്യം കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോയും കൂടെ എടുക്കാനായിട്ടുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇത് മാമ്പഴക്കറിയാണ്. ഇതിൽ ശരിക്കും നമ്മുടെ നാട്ടിലെ കുഞ്ഞു മാങ്ങയാണ് ഇടേണ്ടത്, പക്ഷേ എന്നാലും ഇത് ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് മത്തങ്ങ എരിശ്ശേരി വെക്കാനായിട്ട് ഞാൻ ആദ്യം മത്തങ്ങ ഒന്ന് വേവിച്ചെടുക്കുവാണ്. പിന്നെ കുറച്ച് ചിപ്സ് ഉണ്ടാക്കി. എൻ്റെ അമ്മ എപ്പോഴും ഇതുപോലെ 4ആയിട്ട് കീറി കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടാണ് ചിപ്സ് ഉണ്ടാക്കാറ്. എനിക്ക് ഈ ഒരു ഷേപ്പിൽ ചിപ്സ് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഉപ്പേരി ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഉപ്പേരി ഒക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചാൽ പോരെ, ഉപ്പേരി പോലും ഇവിടെ കിട്ടില്ലേന്ന് വിചാരിക്കും. പക്ഷേ ഞങ്ങൾ ഇതിന് മുന്നേ വാങ്ങിച്ച് നോക്കിയിട്ടുണ്ട് കടയിൽ നിന്ന്. നമ്മൾ നാട്ടിൽ നിന്ന് കഴിക്കുന്നതിൻ്റെ ഒരു പകുതിയുടെ പകുതി പോലും ടേസ്റ്റ് ഇതിനൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ജസ്റ്റ് ഒരു 3 കാ വെച്ചിട്ട് ഞാൻ കുറച്ച് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. അധികം കഷ്ടപ്പാടും ഉണ്ടായിരുന്നില്ല. ചിപ്സ് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നീട് നമ്മൾ സേമിയ പായസം ഉണ്ടാക്കി. ഞാൻ പായസം മിക്സ് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്, അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനായിട്ട് പറ്റി. അപ്പോൾ നമ്മുടെ സദ്യ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. എന്തൊക്കെയാണ് റെഡി ആയിട്ടുള്ളതെന്ന് നോക്കാം. പേരി, പയറ് തോരൻ, മത്തങ്ങ, പരിപ്പ് കറി, അവിയൽ, സാമ്പാർ, പപ്പടം, പച്ചമോര്, മാമ്പഴക്കറി, സേമിയ പായസം, ചോറ്. അങ്ങനെ നമ്മൾ രണ്ടുപേരും ഇലയൊക്കെ ഇട്ട് ഊണ് കഴിക്കാനായിട്ടിരുന്നു. ശരിക്കും ഇതുപോലുള്ള പ്രത്യേക ദിവസങ്ങളിലാണ് നമ്മൾ നമ്മുടെ നാടും വീടും ഒക്കെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. വിഷു എന്ന് പറയുമ്പോൾ ഒരുപാട് ഓർമ്മകളുള്ളൊരു ദിവസമാണ്. നമ്മൾ എല്ലാവരും കസിൻസും എല്ലാവരും ഒക്കെ ആയിട്ട് പടക്കമൊക്കെ പൊട്ടിച്ച് ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ആഘോഷിച്ചിരുന്ന ദിവസങ്ങൾ ഇതുപോലെ ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് സെലിബ്രേറ്റ് ചെയ്യേണ്ടി വരുന്നതിൽ നല്ല വിഷമമുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ നമ്മുടേതായ രീതിയിൽ അതൊക്കെ ആഘോഷിച്ചു. പിന്നെ എൻ്റെ നാട്ടിലും വീട്ടിലൊക്കെ എവിടെ സദ്യ ഉണ്ണാൻ പോയാലും ആദ്യം പരിപ്പ് ഒഴിച്ച് അതിൻ്റെ മുകളിലേക്ക് പപ്പടം പൊടിച്ച് നെയ്യ് ഒഴിച്ച് ചോറിട്ടാണ് കഴിക്കുക. പക്ഷേ സ്വാദിച്ചും പറയുന്നു അങ്ങനെയല്ല, ആദ്യം ചോറാണ് ഇടുന്നത്, എന്നിട്ട് അതിൻ്റെ മുകളിലേക്കാണ് പരിപ്പ് ഒഴിക്കേണ്ടതെന്ന്. അപ്പോൾ നിങ്ങളുടെ അവിടെ എങ്ങനെയാണെന്നുള്ളതൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഉരുള കൊടുത്തു, എന്നിട്ടാണ് നമ്മൾ കഴിക്കാനായിട്ട് തുടങ്ങിയത്. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചതിനേക്കാളും ഒരുപാട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ശരിക്കും മനസ്സും വയറും നിറഞ്ഞു എന്ന് തന്നെ പറയണം. അപ്പോൾ ഇത്രയുമായിരുന്നു നമ്മുടെ ചെറിയൊരു വിഷു ആഘോഷം. പരിപ്പും പപ്പടവും കൂട്ടി ചോറുണ്ടതിന് ശേഷം കുറച്ച് സാമ്പാർ ഒഴിച്ച് കഴിച്ചു. പിന്നെ കുറച്ച് മാമ്പഴക്കറിയും കൂട്ടി കഴിച്ചു. അതിന് ശേഷം ഇലയിലേക്ക് കുറച്ച് പായസം ഒഴിച്ച് ഒരു പപ്പടം പൊടിച്ച് നല്ല പഴവും അച്ചാറും കൂട്ടി കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.